നമ്മുടെ ദിവസമാണ് ശിശുദിനം. നമ്മുടെ നേതാവായ ചാച്ച നെഹ്റുവിൻ്റെ 120ാമത് ജന്മദിനം. നമ്മുടെ മാതൃഭൂമിക്ക് വേണ്ടി ക്ലേശങ്ങൾ സഹിക്കുക, ത്യാഗം അനുഷ്ഠിക്കുക, ഇതിൽ കവിഞ്ഞ ഒരു ഭാഗ്യമുണ്ട് ഒരു ഇന്ത്യക്കാരന്. അതിരത്ത് ദേശസ്നേഹിയായ, എന്നാൽ എന്നും ബാല്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്യങ്ങളാണിത്. ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ചാച്ചാജി കുട്ടികളുടെ ഒറ്റ തോഴനായിരുന്നു. കുട്ടികളുടെ ഒപ്പം കടലിൽ പോയിട്ടും വാൾപ്പയറ്റും നടത്തിയിരുന്ന അദ്ദേഹം നാട്ടിൻപുറത്തെ കുട്ടികളുടെ ഒപ്പം നാടോടി നൃത്തത്തിൽ പങ്കെടുക്കുമായിരുന്നു. കുട്ടികളിൽ അടിച്ചിടണോ എന്നായിരുന്നു ചാച്ചാജിയുടെ മറു ചോദ്യം. നിങ്ങൾക്കറിയാവോ ആ ആനക്കഥ? പണ്ട് ജപ്പാനിലെ കുട്ടികളുടെ ആഗ്രഹപ്രകാരം നെഹ്റു ഒരു സുന്ദരൻ ആനക്കുട്ടിയെ അയച്ചു കൊടുത്തു. അതുവഴി 2 രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുവാനും ജപ്പാനിലെയും ഇന്ത്യയിലെയും കുട്ടികൾ തമ്മിൽ സുഹൃത്ത് ബന്ധങ്ങൾ തുടങ്ങുവാനും സഹായിച്ചു. ഇന്ത്യയിലെയും ഇംഗ്ലണ്ടിലുമായി ഉന്നത പഠനം പൂർത്തിയാക്കിയ ഒരു പണ്ഡിതനായിരുന്നു നമ്മുടെ ചാച്ചാജി. അത്ര ഗൗരവത്തോടെ തന്നെ തമാശകളും ഒപ്പിക്കുമായിരുന്നു. ചാച്ചാജി ഒപ്പിച്ചൊരു നേരം പോക്ക് പറയാം. 1940-ൽ ചാച്ചാ ആനന്ദ ഭവനിൽ എല്ലാവരും ഹോളി ആഘോഷിക്കാൻ തീരുമാനിച്ചു. സുന്ദരന്മാർ, വലിയ നേതാക്കന്മാർ എല്ലാവരും ചായം കഴിച്ച് കുരങ്ങന്മാരെ പോലെയായി. ആഘോഷങ്ങളുടെ അവസാനം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ചാച്ചാജി ആചാര്യ കൃപലാനിയുടെ ചുമരിലേക്ക് ചാടിയൊരു കയറ്റം. ദുർബലനായ അദ്ദേഹം കാലം താങ്ങി നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും പൊട്ടിച്ചിരിയായി. നെഹ്റുവിൻ്റെ നിർബന്ധപ്രകാരം അങ്ങനെ തന്നെ ഫോട്ടോ എടുക്കേണ്ടി വന്നു. ഇടയ്ക്കിടയ്ക്കുള്ള ജയിൽവാസത്തിന് ഫലമായി ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിനും ഒത്തിരി മികച്ച സംഭാവനകൾ നൽകി. പുസ്തക വായനയായിരുന്നു ഏറ്റവും പ്രധാന വിനോദം. അതിനിടയ്ക്ക് കുട്ടികൾക്ക് എഴുത്തെഴുതാനും സമയം കണ്ടെത്തിയിരുന്നു. അനീതിക്കെതിരെ കയർക്കുവാൻ ചാച്ചാജിക്ക് ഒരു ജന്മവാസനയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരേയൊരു ചിന്ത, ഒരേയൊരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ ക്ഷേമമായിരുന്നു. 1964-ൽ ചാച്ചാജി നമ്മളെ വിട്ടുപോയി. എന്നാൽ മരണപത്രത്തിൽ ഇങ്ങനെ എഴുതി: എൻ്റെ ചിതാഭസ്മത്തിൽ നിന്നും ഒരു പിടി ഗംഗാ നദിയിൽ ഒഴുക്കുക. ഒരു വലിയ ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കർഷകർ പണിയെടുക്കുന്ന വയലുകളിൽ വെതറുക. അത് ഇന്ത്യയുടെ മണ്ണും പൊടിയുമായി ഒത്തുപോകട്ടെ. ചാച്ചാജിയുടെ കൂട്ടുകാരായ നമുക്ക് നമ്മുടെ മാതൃഭൂമിയെ സ്നേഹിക്കാം, അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്.